ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മളുടെ ഡ്രൈവർ എക്സാം ഇനി ഏറ്റവും അടുത്ത് എത്തിയിട്ടുണ്ട് അല്ലേ. നമുക്ക് പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ എക്സാമുകൾ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആ ഡ്രൈവർ എക്സാമുകൾ, ഈ 3 ഡ്രൈവർ എക്സാമുകൾ നമ്മുടെ തൊട്ടടുത്ത് എത്തി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു ഡ്രൈവർ എക്സാം എന്ന് പറയുന്നത് ഡ്രൈവർ കം ഒ ആണ്. അത് നമുക്ക് തൊട്ടടുത്ത ഈ എക്സാമുകൾ കഴിഞ്ഞ് തൊട്ടടുത്ത 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ നമുക്ക് ആ എക്സാം വരുമെന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ നോർമലി ഇങ്ങനെയുള്ള എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് നടത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കുറേ പേരുടെ സിമിലർ ആയിട്ടുള്ള കുറേ ഡൗട്ട്സുകളുമാണ് നമ്മൾ കുറേ കാലങ്ങളായി നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല ലൈവുകളിലായിട്ടും വെബിനാറുകളിലായിട്ടൊക്കെ ഈ ഡൗട്ടുകൾക്കൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും അതേ ഡൗട്ടുകൾ തന്നെ വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോർമലി നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സ്, ആ ഡൗട്ട്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നോർമലി എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് എങ്ങനെ പഠിക്കണം. ഇപ്പൊ ഈ ഒരു ഡ്രൈവർ എക്സാമിന്റെ കേസിൽ ആദ്യ കാലങ്ങളിലൊക്കെ ഡ്രൈവിംഗ് എന്നുള്ള ഒരു 50 മാർക്കിന്റെ ഒരു ഡ്രൈവിംഗ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്കത് എഞ്ചിന്റെ ഭാഗത്തു നിന്നും റെഗുലേഷൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുമായിരുന്നു അല്ലെ. പഴയ സിലബസ് ഒക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും, ഡ്രൈവിംഗ് 50 മാർക്സ് എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഡ്രൈവർ എക്സാമിന് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് എന്ന് തന്നെ അറിയാം. കറക്റ്റ് ആയിട്ട് ഒരു സിലബസ് ഡ്രൈവർ എക്സാമിന് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഈ ഒരു യൂണിഫോം പോസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിൽ ആ ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള സിലബസ് എന്നുള്ള രീതിയിലേക്ക് PSC എടുത്തു കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഡ്രൈവിംഗിന്റെ ഒരു 30 മാർക്ക് ആ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 30 മാർക്കിൽ തന്നെ നമുക്ക് വ്യത്യസ്ത നിയമങ്ങളിൽ നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ളതും റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഇന്ത്യയിലും കേരളത്തിലുമുള്ള മുഴുവൻ നിയമങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ 30 മാർക്കിന്റെ സിലബസ് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ് അല്ലെ. മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ്. പിന്നെ വരുന്നത് CMVR എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയാറുള്ളത്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ആണ്. അതോടൊപ്പം തന്നെ പിന്നെ വരുന്നത് KMVR ആണ്, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് ആണ്. ഇപ്പൊ ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 റൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത്. ഇനി അതിൽ നമുക്കൊരു മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അല്ലെ. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗിന്റെ റെഗുലേഷൻസ്, നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യണം, ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വരുന്ന രീതിയിൽ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്നുള്ള ഒരു ഭാഗം കൂടി നമുക്കുണ്ട്. ഈ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ഏതിൽ നിന്ന് വരുന്നത് തന്നെയാണ്, ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഉൾക്കൊള്ളുന്ന സംഭവം തന്നെയാണ്. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഈ റെഗുലേഷൻസ് അടക്കം കൂട്ടിയിട്ടാണെങ്കിൽ ഈ ഒരു 4 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു 4 ലോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഡ്രൈവിംഗിന്റെ സിലബസ് എന്നുള്ള പറയാം. ഈ യൂണിഫോം പോസ്റ്റുകളുടെ ഡ്രൈവിംഗിന്റെ സിലബസ് കൃത്യമായിട്ടും ഈ ഭാഗത്തെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരാനുള്ളത്. അപ്പൊ ഇത് എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ടൊരു ആൻസർ പറയാനുള്ളത്, ഈ ഒരു നിയമങ്ങളുടെ നമുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള സെക്ഷൻസിന്റെ അത് ഏതൊക്കെ സെക്ഷനാണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് ചെയ്യാം. കാരണം ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ വലുതായി പോകും. അപ്പൊ ആ സെക്ഷൻസിന്റെ കൃത്യമായിട്ടുള്ള എന്താണോ ആ സെക്ഷനിൽ പറയുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അതെങ്ങനെ പഠിക്കണം, ആ സെക്ഷന്റെ കൺസെപ്റ്റ്, ആ സെക്ഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ വരുന്നതിലെ ഒരു സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്ഷന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ദെൻ ആ കൺസെപ്റ്റ് പഠിക്കുന്നതോടുകൂടി തന്നെ അതിലടുത്തത് നമ്മൾ അതിലെ കണ്ടന്റ്, അതിലെന്തെങ്കിലും കുറച്ച് കണ്ടന്റ് ഉണ്ടായിരിക്കും. അതായത് ആ നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കണ്ടന്റ്സ് ഉണ്ടായിരിക്കും. ഈ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഈ കണ്ടന്റ് കൂടെ തന്നെ നമ്മൾ ഒരു പെനാൾട്ടി ഒഫൻസിന്റെ സെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഒരു പെനാൾട്ടി എമൗണ്ട് വരും. അതോടൊപ്പം തന്നെ പെനാൾട്ടിന്റെ എമൗണ്ട് ഫൈൻ ആയിട്ട് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇംപ്രിസ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാവും. അപ്പൊ ഈ 3 കാര്യങ്ങളായിരിക്കും ഒരു ലോന്റെ അകത്ത് മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക. അതായത് ആ ഒരു ലോ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സിലബസ് തന്നെ പറയാം. ആദ്യത്തെ ലോ എന്ന് പറയുന്നത് എന്താണ്, 3ാമത്തെ ലോ ആണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞത്. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 3ാമത്തെ സെക്ഷനാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞത്. 3ാമത്തെ സെക്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, നെസസിറ്റി ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യകത, അതൊരു കൺസെപ്റ്റ് ആണ്. അതെന്താണ്, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാഹനം പബ്ലിക് സ്പേസിൽ ഓടിക്കാവൂ എന്നാണ് പറയുന്നത്. അത്രേ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അത് അറിയുന്ന ആൾക്ക് ഈ ഒരു സെക്ഷൻ ഓക്കെ ആയി. ഇനി നമ്മളൊരു 185 പറഞ്ഞൊരു സെക്ഷൻ എടുക്കുക. 185 സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സെക്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്താണ്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫൈൻ ഉണ്ട്. അതോടൊപ്പം തന്നെ
അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വേറൊരു എമൗണ്ട് ഫൈൻ ഉണ്ട്. അപ്പൊ ഫൈൻ എമൗണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും കാര്യങ്ങളുമാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത്. അപ്പൊ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ലോകളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി സിലബസ് പ്രകാരം തന്നെയാണ് പഠിക്കേണ്ടത്. പിന്നീട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് ഏത് ബുക്കാണ് പഠിക്കാൻ നല്ലതെന്ന്. ഡ്രൈവിംഗ് റിലേറ്റഡ് ടോപ്പിക്സ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഏത് ബുക്കാണ് എപ്പോഴും വരുന്നതാണ്. നമുക്ക് ഏതെങ്കിലും സ്പെസിഫൈ ആയിട്ടുള്ള ബുക്ക് ഉണ്ടോ എന്നൊക്കെ. സ്പെസിഫൈ ആയിട്ടുള്ള ബുക്കുകൾ ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാറുള്ള എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 3 ലോകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. 3 മോട്ടോർ വെഹിക്കിൾ ആക്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ്. ഈ റൂൾസിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അത് വെച്ച് പഠിക്കുക. കാരണം നമ്മൾ ബുക്ക് വെച്ച് പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പഴയ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ പഴയ ബുക്കിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കുകൾ ഉണ്ടെങ്കിൽ ആ ബുക്കുകൾ ഉപയോഗിച്ച് പഠിക്കുക. പക്ഷെ അതിനേക്കാളും നല്ലത് ലോകളിൽ വരുന്ന അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പൊ നമുക്കതിൽ കൃത്യമായിട്ട് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പഴയ ബുക്കോ അല്ലെങ്കിൽ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ പഠിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അന്നത്തെ ഫൈൻ എമൗണ്ടും ഇന്നത്തെ ഫൈൻ എമൗണ്ടും വ്യത്യാസം ഉണ്ടാവും. നമ്മളത് കാണാതെ പഠിക്കും, നമ്മളത് പഠിച്ചിട്ട് എക്സാമിന് പോകും, നമ്മളത് തെറ്റിക്കും. നമ്മളത് പഠിക്കാതെ പോയിക്കുകയാണെങ്കിൽ നമ്മൾ അത് അറ്റൻഡ് ചെയ്യാതെ നമുക്ക് മാർക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ നമ്മൾ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക, നെഗറ്റീവ് മാർക്കിലോട്ട് പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ട് വേണം പഠിക്കാൻ. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ BNS ആണോ IPC ആണോ എന്നില്ല. അതിന് കൃത്യമായിട്ടൊരു വ്യക്തത നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് നമുക്കിപ്പോൾ BNS-ഉം IPC-യും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിലബസിൽ. പുതുതായിട്ട് വന്ന BNS ആയിരുന്നു ഡ്രൈവറിന്റെ സിലബസ്. കൺഫർമേഷൻ കൊടുക്കാൻ വന്നതിന് ശേഷം അപ്ഡേറ്റ് ആയിട്ട് സിലബസ് വന്നു, BNS-ഉം ഉൾപ്പെടുത്തി. അപ്പോൾ BNS-ലെ കൃത്യമായിട്ടുള്ള പറഞ്ഞ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ഇതിനടുത്തത് എക്സാമിന് മുമ്പ് എങ്ങനെ ഡ്രൈവിംഗ് സിലബസ് കവർ ചെയ്യാമെന്നാണ്. എക്സാമിന് മുന്നേ ഡ്രൈവിംഗ് സിലബസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് എന്താണോ പഠിക്കേണ്ടത്, നമുക്ക് എത്ര സമയമാണോ കിട്ടുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഈ സെക്ഷൻസ് ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ ഡ്രൈവിംഗ് റിലേറ്റഡ് ടോപ്പിക്സിൽ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സെക്ഷൻസ് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചാൽ ഒരിക്കലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റൂല, കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ആദ്യം പഠിച്ച സെക്ഷന്റെ എമൗണ്ടും ഫൈൻ എമൗണ്ടും കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് വരുന്ന സമയത്ത് മാറിപ്പോയിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ മറന്നു പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര ദിവസമാണോ ഇനി നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് നിങ്ങളുടെ മുന്നിലുള്ളത്, ആ മുന്നിലുള്ള ദിവസങ്ങളിലെ എല്ലാ ദിവസത്തേക്കും നിങ്ങൾക്ക് എത്ര ദിവസം പഠിക്കാൻ കഴിയുമോ, ഒരു 30 ദിവസമാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ എങ്കിൽ ആ 30 ദിവസത്തിലും ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പഠിക്കുന്ന കാരണം അത് മൈൻഡിൽ നിൽക്കും, നമുക്ക് ഓർമ്മയിൽ നിൽക്കും, തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. മറ്റേ നമ്മൾ ലാസ്റ്റ് 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ വെച്ചിട്ട് ആ 3 ദിവസം വെച്ചിട്ട് നമ്മളെല്ലാം കൂടി ഒന്നിച്ച് സെക്ഷൻസ് ഒക്കെ പാടെ ഒന്നിച്ച് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാധാരണ ഒരു രീതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് അത് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കേസസ് എല്ലാ ആളുകളും ഉണ്ടാവും. ചിലപ്പോൾ 2 ദിവസം കൊണ്ട് മുഴുവൻ പഠിച്ചെടുക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ കേസല്ല. നോർമൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പഠിച്ചതും മറന്നു പോകാനും കൺഫ്യൂഷൻ കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. ദെൻ ഡ്രൈവർ കം OAന്റെ സിലബസ്. ഡ്രൈവർ കം OAന്റെ സിലബസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നോർമലി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാണ് വരാറുള്ളത്. ഡ്രൈവർ കം OAന്റെ സിലബസിൽ നമുക്കിപ്പോൾ എഞ്ചിന്റെ ഭാഗങ്ങൾ, അതേപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ, അതിന്റെ വർക്കിംഗ് കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉൾപ്പെടുത്തുക. കാരണം ആ ഭാഗത്തു നിന്നൊക്കെ ഡ്രൈവിംഗിന്റെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഡ്രൈവർ കം OAക്ക് ഏറ്റവും കൂടുതൽ അധികം ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത് റെഗുലേഷൻസിന്റെ ഭാഗത്തു നിന്നാണ്. ഈ നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് പറഞ്ഞല്ലോ, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ്, അതിന്റെ ഭാഗത്തു നിന്നാണ് ഡ്രൈവർ കം OAക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഈ പെനാൽറ്റി ഒഫൻസസ് ഉള്ള ഭാഗം ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ ഈ ഒരു യൂണിഫോം പോസ്റ്റിന് വേണ്ടി പഠിക്കുന്ന ഭാഗം, അതേപോലെ തന്നെ സെക്ഷൻ 177 മുതൽ 201, 206, 207 വരെയൊക്കെയുള്ള സെക്ഷൻസ്, ആ ഭാഗത്തു നിന്നും നമുക്ക് ഈ ഡ്രൈവർ കം OAക്ക് കൂടുതൽ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ സെക്ഷൻസ് പഠിക്കുക. ആ സെക്ഷൻസ് അതേപോലെ കാണാതെ പഠിക്കണം എന്ന് പറയുന്നില്ല. ഓരോ സെക്ഷനിലെ കൺസെപ്റ്റ് എന്താണ് നോക്കുക, അതിന്റെ വാല്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫൈൻ എമൗണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പൊ സെക്ഷൻ 18 എന്ന് പഠിക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത് ആ സെക്ഷൻസ് ഫുള്ളും നമ്മൾ പഠിക്കണ്ട. സെൻട്രൽ ഗവൺമെന്റ് വാഹനങ്ങൾ ഓടിക്കാൻ ആവശ്യമായ ലൈസൻസ് നൽകുന്നത്, അതിന് വേണ്ട പ്രായം ഇതാണ്. ആ ഒരു ഒറ്റ പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അത്രയും നമ്മളെ മൈൻഡിൽ നിൽക്കേണ്ടുള്ളൂ. അതായിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. ആ ഓരോ സെക്ഷൻസ് നിങ്ങൾ കാണാതെ സെന്റൻസ് ആയി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത് നമ്മളെ മനസ്സിൽ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓർമ്മ വരുന്ന രീതിയിൽ പഠിക്കുക. പിന്നെ നമുക്ക് ഏതെങ്കിലും ഇൻസിഡന്റ് ആയിട്ടോ നമ്മളുടെ എന്തെങ്കിലും നമ്മളിൽ നടന്നു പോയാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇൻസിഡന്റ് ആയിട്ട് അതൊന്ന്
കണക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് മറക്കാതെ പിടിച്ചിരിക്കാൻ പറ്റും. ഒരു ആക്സിഡന്റ് ആവുന്ന സെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓരോടത്ത് ഉപേക്ഷിച്ച് പോരുന്ന സെക്ഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മളുടെ യാത്രകളിലൊക്കെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ആ യാത്ര അല്ലെങ്കിൽ നമ്മളുടെ ഒരു ട്രിപ്പ് ഉണ്ടെങ്കിൽ ആ ട്രിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എപ്പോഴും അത് മൈൻഡിൽ വെക്കും. ആ സെക്ഷൻ ആയിരുന്നു അവിടെ വേണ്ടി വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കുക. സെക്ഷൻസ് പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടി അതാണ്. പിന്നെ നേരത്തെ ചോദിച്ചത് തന്നെയാണ് BNS ആണോ IPS ആണോ എന്നുള്ളത്. നമുക്കിപ്പോൾ BNSും പഠിക്കണം, IPC പഠിക്കണം. ഈ രണ്ടും കൂടിയിട്ടാണ് വരുന്നത്. ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സും കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി ഇതേപോലെ നമുക്ക് ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഡ്രൈവർ എക്സാമിൽ നിന്ന് 30 മാർക്ക് കൃത്യമായിട്ട് മേടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം 30 മാർക്ക് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്കോർ നമുക്ക് ഈ ഒരു ഡ്രൈവർ എക്സാമുകളിലെല്ലാം തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഡ്രൈവിംഗിന്റെ എക്സാമിലെ 30 ക്വസ്റ്റ്യനിൽ നിന്നും 30 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും നമ്മളെ ഈ ഷോർട്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലും നല്ല രീതിയിൽ തന്നെ മുകളിൽ ഉൾപ്പെടാനുള്ള മാർക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞ കാര്യമാണ്. ഈ ഒരു ഡ്രൈവർ റിലേറ്റഡ് ടോപ്പിക്സ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മേടിച്ചെടുക്കുക. സെക്ഷൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത്, നമ്മളെ ലോകൾ ആൻസർ ചെയ്യുന്ന സമയത്ത്, അതേപോലെ തന്നെ ഫൈൻ എമൗണ്ട് ഒക്കെ എഴുതുന്ന നമ്മൾ ബബിൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് മാറിപ്പോവുകയോ അല്ലെങ്കിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഇൻസിഡന്റ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഡ്രൈവർ എക്സാമിന്റെ ബാച്ചുകൾക്ക് വേണ്ടി, ഡ്രൈവർ എക്സാമുകൾ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട്, പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് CCയിൽ ഡ്രൈവറിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫുള്ളി സിലബസിനെ ബേസ് ചെയ്തിട്ട് സ്പെഷ്യൽ ടോപ്പിക്സിനെയും ജനറൽ ടോപ്പിക്സിനെയും അതേപോലെ തന്നെ നമ്മളുടെ പോലീസ് ഡ്രൈവർ ആണെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും, ഫയർമാൻ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഫയർ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ്ലി റെക്കോർഡ് ക്ലാസ്സസിന്റെ സിലബസ് അടക്കം നിങ്ങൾക്ക് ഉള്ള ബാച്ചാണ് പുതിയ ബാച്ച് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡ്രൈവറിന്റെ സ്റ്റഡി ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വരാറുണ്ട്, ഓരോ ക്വസ്റ്റ്യൻസും പോളുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. ക്ലാസ്സസ് വരുന്ന സമയത്തും നിങ്ങളുടെ യൂട്യൂബിലുള്ള ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിലൂടെയാണ് ഷെയർ ചെയ്യാറുള്ളത്. അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഉടനെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.